എന്നാലും എവിടാ സാറേ നമുക്ക് പിഴച്ചത്? 3 കാര്യങ്ങളിലാണ് നമുക്ക് പിഴച്ചത്. 1, ഒരിക്കലും അവന്മാർക്കെതിരെ ഫസ്റ്റ് ഗോൾ അടിക്കരുതായിരുന്നു, അതെനിക്കും തോന്നിയായിരുന്നു. 2, അതിനുശേഷം ഒരിക്കലും നമ്മൾ ഡിഫെൻഡ് ചെയ്ത് കളിക്കരുതായിരുന്നു. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഒരു 10 പേരെയും കൂടെ ഇറക്കി ഡിഫെൻഡ് ചെയ്തുകൂടായിരുന്നു? ഇറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ 10 അല്ല 20 പേരെ ഞാൻ ഇറക്കിയേനെ. പക്ഷെ അത് അവന്മാർക്കൊന്നും ആവൂല. നിങ്ങൾ 80 മിനിറ്റ് കഴിയുമ്പോൾ റയലിൽ എടുക്കുന്ന ഒരു സാധനമില്ലേ, എന്തോന്ന് രമണന്റെ? അയ്യോ രമണന്റെ അല്ല, രമൺടടാ. രമൺടടാ, അതിന്റെ ഹാലി കയറും അവന്മാർക്ക്. എപ്പോഴോ അവന്മാർ റയലിൽ വന്നാൽ പഠിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതിനുശേഷം റയലിനും റയലിലുള്ളവന്മാർക്കും ഗതി പിടിച്ചിട്ടില്ല. അല്ല എന്താ സാറേ 3ാമത്തെ പോയിന്റ്? അതാണ് മെയിൻ പോയിന്റ്. ഒരാവശ്യമില്ലാതെ നീ അവരിൽ ഒരാളെ പോയി ചൊറിഞ്ഞു. അതെന്റെ അറിവില്ലായ്മ കൊണ്ട്. അറിയണമായിരുന്നു നീ ചൊറിഞ്ഞത് ആരെയാണെന്നും അവന്റെ കൂടെയുള്ള 10 എണ്ണത്തിനെയും നീ അറിയണമായിരുന്നു. അല്ല ഈ അറിഞ്ഞതൊക്കെ ശരിയാണോന്ന് അറിയാൻ വേണ്ടി ചൊറിഞ്ഞതാ. ഇപ്പൊ നല്ലോണം അറിഞ്ഞില്ലേ? എന്നാൽ ഈ ഫുട്ബോൾ പണ്ഡിതന്മാരെല്ലാം നമ്മൾ ജയിക്കൂന്നാണല്ലോ പറഞ്ഞത്. പണ്ഡിതന്മാര് പുല്ലുകള്. ഗ്രൗണ്ടിന് വെളിയിൽ നിന്ന് കഥാപ്രസംഗം നടത്താൻ ഭയങ്കര എളുപ്പമാണ്. ഈ ഗ്രൗണ്ടിനകത്തൊരു പണ്ഡിതനുണ്ട്. അവൻ എന്ത് ചെയ്യും, എപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യുമെന്ന് ഈ പണ്ഡിതന്മാര് തല കുത്തിന്നാ കണ്ടുപിടിക്കത്തില്ല. അത് ശരിയാ. ഈ പറയുന്ന പല പണ്ഡിതന്മാരും ഇങ്ങനെ ഫ്രണ്ടിൽ ചെന്ന് പെട്ടിട്ടുമുണ്ട്, പണ്ടവും മടക്കി പോയിട്ടുമുണ്ട്. പണ്ഡിതന്മാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ചെറിയ ടീമുകളൊക്കെ ആയിട്ടുള്ള കളി കണ്ടപ്പോൾ അവന്മാർക്ക് അങ്ങനെ തോന്നിക്കാണും. എടാ മണ്ട, നിനക്കപ്പോ ഇതിനൊന്നും മനസ്സിലായില്ലേ? നമ്മളെയൊക്കെ പറ്റിക്കുവരുന്നടാ. കളി ജയിക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം. അതിന് 90 മിനിറ്റ് കളിക്കേണ്ട കാര്യമില്ല, 10 മിനിറ്റ് കളിച്ചാൽ മതി. ഐ സി. 80 മിനിറ്റ് വരെ നമ്മൾ ഊറ്റി ചാറെടുത്തിട്ട് അതുവരെ അവന്മാർ ശേഖരിച്ച് വെച്ച് എനർജി വെച്ച് കളിച്ച് തോപ്പിക്കുമല്ലേ? ബ്രില്യൻറ്റ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇറ്റ്സ് കമ്മിങ് ഹോം എന്ന് പറഞ്ഞല്ലേ വന്നത്. നൗ ലെറ്റ്സ് ഗോ ഹോം. അല്ല, പോവാറായിട്ടില്ല, ലൂസേഴ്സ് ഫൈനലുണ്ട്. ഇനി അതുകൊണ്ട് എന്നാ വാ.